ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് അയാൾ എക്സാമിന് തോറ്റു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് സാരമില്ലടാ പോട്ടെ, ഒരു എക്സാം അല്ലേ, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം, അതൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവരെ ഭയങ്കരമായി സമാധാനിപ്പിച്ച് ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്ത് ഇങ്ങനെ എയറിൽ കയറ്റി നിർത്തും. പക്ഷേ നമ്മളാണ് എക്സാമിന് നോക്കുന്നെങ്കിലും നമ്മുടെ തലയിലൊരു യുദ്ധം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളോടത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അല്ലേ, എന്നെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്, എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു മണ്ടത്തന്നെ. അങ്ങനെയൊക്കെ നമ്മൾ എത്രത്തോളം നമ്മളെ താത്താൻ പറ്റുമോ അത്രത്തോളം താത്തി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പെരുമാറാൻ കഴിയും, നമ്മളെ അടുത്ത് നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പെരുമാറിക്കൂടെ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. എന്നാൽ അവരൊക്കെ തരുന്ന സപ്പോർട്ടിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. അതിന് ഭയങ്കര പവർ ഉണ്ട്. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളെ കുറവുകളും കുറ്റങ്ങളും നമ്മുടെ നല്ല കഴിവുകളും എല്ലാം നന്നായിട്ട് അറിയുന്നത് നമുക്കും പിന്നെ ദൈവത്തിനുമാണ് അല്ലേ. അപ്പോൾ നമ്മളല്ലേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവേണ്ടത്, നമ്മളല്ലേ നമ്മളെടുത്ത് ഏറ്റവും കൂടുതൽ കൈൻഡായിട്ടും സ്നേഹത്തോടെയും പെരുമാറേണ്ടത് അല്ലേ. നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്കും അയ്യേ എന്ന് പറയുന്നതിന് പകരം നെക്സ്റ്റ് ടൈം ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മളടുത്തൊന്ന് നല്ലോണം പറഞ്ഞു നോക്ക്. അപ്പോൾ നമുക്കും ഒരു നല്ലൊരു വി ക്യാൻ ഫീൽ ബെറ്റർ അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ വരുമ്പം നമ്മളവിടെ പോയി ഇരുന്നാൽ നമ്മൾ ഈ റീൽസിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവർ ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാണ് ഇഷ്ടം? എനിക്ക് എന്നെയാണ് ഇഷ്ടം എന്ന് പറയും. അപ്പോഴത്തേക്കും എല്ലാവരും സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളടുത്ത് റിയൽ സ്നേഹമുണ്ടോ എന്ന് അറിയാൻ നമ്മളെ ഭാഗത്തു നിന്ന് അതിൽ മിസ്റ്റേക്ക് വന്ന് നോക്കണം, അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരണം. അപ്പം നമ്മുടെ ഇന്നർ വോയിസ് നമ്മളോട് എന്താ പറയുന്നത്, ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ സമാധാനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ഹാവ് സെൽഫ് ലവ്. അതല്ല നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നെങ്കിൽ യു ഡോണ്ട് ഹാവ് സെൽഫ് ലവ്. പക്ഷേ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫീൽ ബാഡ് ജസ്റ്റ് ആദ്യം കാമായിട്ട് ഇരുന്നിട്ട് ജസ്റ്റ് നിങ്ങളടുത്ത് തന്നെ പറയാം, ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ്, നെക്സ്റ്റ് ടൈം ഇത് വരില്ല. അങ്ങനെ പോസിറ്റീവായിട്ട് മാക്സിമം നമ്മളിത് സംസാരിക്കുക. ആൻഡ് യാ, ലവ് യുവർ സെൽഫ്, ദാറ്റ്സ് ഇറ്റ്.